ആരാണോ ഈ റേസിൽ ജയിക്കുന്നത് അവർക്ക് എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും. നിന്റെ കൂടെ സെൽഫിയോ? നിന്റെ പിറന്നാളിന് പോലും ഞങ്ങളാരും നിന്റെ കൂടെ സെൽഫി എടുക്കാറില്ല. ഞാനും പിന്നെ ഹണിയും മാറി ഇന്ന് ഫോട്ടോ എടുത്തോളാം. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒരു സ്ട്രോബെറി ഷേക്ക് വാങ്ങിച്ചു തരാം. അപ്പൊ ഓക്കെ അല്ലേ? ഗെറ്റ് റെഡി. ഈ റേസ് കൊണ്ടൊരു ഗുണവും ഉണ്ടല്ലോ. അഥവാ ഞാൻ ലാസ്റ്റ് വന്നാലും മൂന്നാമതേ വരൂ, അതായത് ടോപ്പ് 3. അതത്ര മോശമൊന്നല്ല. ഈ ലഡുവില് ഫംഗസ് പിടിച്ചിരിക്കുക. ഇതെന്തിനാ നീ എടുത്തത്? എടാ മണ്ട, ഇത് ലഡുവൊന്നും അല്ല, മുട്ടയാടേ മുട്ട. പക്ഷെ ഇതെങ്ങനെയാ ഇവിടെ വന്നേ? ഇപ്പോഴത്തെ കിളികള് പറക്കുന്നതിന്റെ ഇടയിൽ തന്നെയല്ലേ മുട്ടയിടുന്നത്. ഒരു നോട്ടോ ഇല്ലെന്നേ. ഇതിന്റെ അമ്മയെ കണ്ടുകിട്ടുന്നതുവരെ ഇതിനെ നമുക്ക് സംരക്ഷിക്കാം. അതുവരെ ആ മുട്ട എനിക്ക് തന്നേക്കുന്നേ. ചൊറിയുന്നേ അമ്മേ, ചൊറിയുന്നേ. സോറി. അല്ല, സമയം എത്രയായി? ഒറ്റ വീക്ക് വെച്ചതല്ലോ. നിനക്ക് ഈ മുട്ട തരുന്നതിലും ഭേദം കാളയോട്ടത്തിന് നടുക്കൊണ്ട് വയ്ക്കുന്നതാ. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ കൽവിലെ നല്ല പാട്ടുകാരാ, മുത്തമിട്ട് ഞാൻ കാത്തിവെച്ചൊരു മുട്ട നിന്റെ കയ്യിൽ. ഈ ഡാൻസ് ഓഡിയൻസിന് മുമ്പിൽ ചെയ്യായിരുന്നില്ലേ? അതാവുമ്പോ എത്ര ചീഞ്ഞ മുട്ട വേണമെങ്കിലും അവരെടുത്ത് എറിഞ്ഞോളല്ലോ. ഒരു കിളി പാട്ട് മൂളവേ മറുകളി ഏറ്റുപാടയോ. ഇതെന്റെ മുട്ടയാണ്. അയ്യോ അല്ല, ഇത് എന്റെ മുട്ടയാണ്. ഈ പെൻഗ്വിൻ പറയുന്നത് പച്ച കള്ളാണെന്നേ. അതിനെങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്തിനാ? നിങ്ങൾ എന്താ റിമി ടോമിയാണോ? ഞാൻ എന്റെ മുട്ട അന്വേഷിച്ച് എവിടെയെല്ലാം പോയെന്നറിയാവോ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങൾ എവിടേക്കാ പോയത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യാന്ന്. കിളിയേ കിളിയേ, എങ്ങുതാ ഈ മുട്ട എന്റേതാ? ഇത് എന്റെ മുട്ടയാ. അല്ല എന്റേതാ. എന്റെ മുട്ടയാ അങ്ങ് തരാൻ. അല്ല എന്റേതാ. അല്ല, ഇത് തന്റെയും കൂടി മുട്ടയാണോ? അല്ലെന്നേ, മുട്ടാന്ന് പറഞ്ഞ് കൂന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല മുട്ടക്കടയും തുറന്നായിരിക്കുന്നു. വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ല, ആ പെൺകുഴി മുട്ടയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ചിലപ്പോ ആ മുട്ട ഈ ഒട്ടകപ്പക്ഷിയുടെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ മുട്ട ഇവർ രണ്ടുപേരുടെ അല്ലെന്നാണ്. നമുക്ക് ആ മുട്ട നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. മോനെ, ഈ നഗരം വളരെ സേഫാണ്. കിളികൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ ആർക്കും ആരോടും ഒരു വൈരാഗ്യവും ഇല്ല. അച്ഛൻ പറയുന്ന മൊത്തം പച്ച കള്ളവാ. മേഡം, ഈ അഡ്രസ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിപ്പോ ഇതിലേതാണാവോ നമ്മൾ അന്വേഷിച്ചു വന്ന മുട്ട? ഇതാണ് നമ്മുടെ മുട്ട. ഓക്കെ. അല്ല, ദേ ഇതാണ്. ഓക്കെ. ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നത് ഈ മുട്ട എന്നാണ്. നിങ്ങളൊന്ന് വേഗം പറഞ്ഞു നടക്കണേ.
കിളിയേ കിളിയേ, അഥവാ എന്റെ മുട്ട തന്നില്ലെങ്കിൽ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, പറഞ്ഞേക്കാം. കരാട്ടയിൽ ബ്ലാക്ക് ടൈയാ ഞാൻ. ടൈ അല്ല, അത് ബെൽറ്റാ. ഞങ്ങൾ പെൻഗിൻസിന് അരഭാഗമില്ലല്ലോ, കഴുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ടൈ ഞാൻ ചോദിച്ചു വാങ്ങി. മഞ്ഞക്കളിയുടെ മോളി പട്ടുകളി, ഒന്നാം കളി രണ്ടാം കളി. ഇതിലെ കുഞ്ഞു പുറത്തു വന്നിട്ടേ നിങ്ങൾക്ക് ഈ മുട്ട തിരികെ കിട്ടൂ. വരൂ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് വേണ്ടി നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. താൻ എന്തിനാണോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങളുടെ കളർ ആണെങ്കിൽ ചുവപ്പ് നീലയാ, പക്ഷെ നിങ്ങളുടെ മുട്ട എന്താ ഇങ്ങനെ വെളുത്തിരിക്കുന്നേ? ഒരു കളി പാട്ടു മൂലവേ മറുകളി ഏറ്റുപാടിയോ. എന്റെ കുഞ്ഞിനടുത്ത് നിന്നെ കണ്ടുപോകരുത്, അല്ലെങ്കിൽ ഇതാവുമ്പോ നിന്നെ പോലെ അവന് കളിയാവും. ഹലോ, ഇവന് വേണ്ടി നമുക്ക് ഉടുപ്പ് വാങ്ങിക്കാം. കൂട്ടുകാരെ, ബന്ധുക്കളെ കാണണമെങ്കിൽ നമ്മൾ പോകണം നാട്ടിൽ. സംസാരിച്ചുകൊണ്ട് നമ്മൾ എത്തിയിരിക്കുന്നു കാട്ടിൽ. അടികൈ, നിങ്ങളുടെ ബന്ധുക്കളെ കാണാൻ പോകുന്ന കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞേ ഇല്ലല്ലോ. എന്റെ വീടിന്റെ പുറകിലുണ്ട് സുന്ദരിയായ സിന്ധു. നല്ല കവിതകൾ പറയുവാനായി ഞാൻ തിരഞ്ഞെടുക്കും നല്ല ബന്ധു. അടികൈ. അതെ, ചുവന്ന മുഖമുള്ള കൊരങ്ങൻ ചേട്ടാ, ആ ഫ്രണ്ട് സീറ്റിൽ ഞങ്ങളുടെ സോർദാറുണ്ടായിരുന്നു, അവനെ കണ്ടായിരുന്നോ? എടാ, ഇത് ഞാൻ തന്നെയാണ്. മുഖത്തിൽ ശ്വാസം വീണ് പോയതാ. ഈ പിടിച്ച് വീട് കത്തിപ്പോയി. ദേ അങ്ങോട്ട് നോക്ക്, നമ്മുടെ ഗൈഡ് എത്തിപ്പോയി. വരൂ സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ഗൈഡ് ചതിയനായ ചന്തു. അതെ ചേട്ടാ, എന്റെ അച്ഛൻ ചന്തുവിന്റെ വലിയ ഫാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചതിയൻ ചന്തു എന്ന് പേരിട്ടു. എനിക്ക് ഈ കാട്ടിലെ ഓരോ മുക്കും മൂലയും അറിയാം. നിങ്ങൾ ഗൈഡാണോ അതോ കള്ളനാണോ? മുക്കും മൂലയും അറിയാവുന്നത് കള്ളന്മാർക്കാണ്. ഇനി താൻ എന്നോട് സംസാരിക്കരുത്. ശരി, പോയി കാട് കാണാം. വരൂ. ആ നോക്ക്, ദാ കണ്ടില്ലേ ഡൈനോസോർ? എവിടെയാണ് ഡൈനോസർ? പണ്ടുണ്ടായിരുന്നു, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് 2 കാര്യം പറയാം. ഈ കൊക്കയ്ക്ക് അത്ര ആഴമൊന്നുമില്ല. അമ്മേ, രക്ഷപ്പെട്ടു. അതെയോ? പിന്നെ രണ്ടാമത്തത്? വലിയ ആഴമെന്നല്ല, വളരെ വലിയ ആഴമാണ്. നാളെ രാവിലെ താഴെ എത്തുള്ളൂ. ഇത് കേട്ട് പേടിച്ചോ? അങ്ങനെയാണെങ്കിൽ താഴെ സിംഹമുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. ആരാടേ അത്? ഉറങ്ങാനും സമ്മതിക്കൂലേ? ഇതാ ബോർഡർ പവലീനിടയിൽ നിന്നും ബോൾ എറിയുകയാണ്. ഇതാ ബോൾ എറിയാൻ പോവുകയാണ്. ഇതാ എറിഞ്ഞു കഴിഞ്ഞു. ഇയാൾ 6 അടിക്കുമോ അതോ ഔട്ടായി പോകുമോ? ഈ ബോൾ ഇതാ കാറ്റിലൂടെ പറക്കുന്നു. അതാ ഫീൽഡർ ഓടിക്കൊണ്ടിരിക്കുന്നു. അതാ അദ്ദേഹം ഡൈവ് അടിച്ച് ക്യാച്ച് എടുത്തു കഴിഞ്ഞു. ആ, ഇതെങ്ങനെയാ ചെയ്തത്? ഇത് നിങ്ങളുടെ ചായ, ഇത് എന്റെ ചായ. താൻ എത്ര നല്ല ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളിനെ തന്നെയാണ് എനിക്കും വേണ്ടത്. തിരിച്ചൊന്നും പറയരുത്. അല്ല, ഞാനൊരു കാര്യം മറന്നു, എനിക്ക് കാത് കേൾക്കുകയില്ല. അതെയോ? ശരിയെന്നാ, ഒരു കുഴപ്പമില്ല, നീ പൊയ്ക്കോ. താങ്ക് യു. പോകാൻ പറഞ്ഞ കാര്യം മാത്രം നീ എങ്ങനെ മനസ്സിലാക്കിയത്? എന്നെ മണ്ടനാക്കുകയാണോ നീ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് വരെ താൻ ഇവിടെ എഴുന്നേൽക്കരുത്. ശരിയെന്നാ പറയ്, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ആക്ച്വലി ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളുടെ പട്ടണം മുഴുവൻ തീ പിടിച്ചു.
എല്ലാവരും ജീവനും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അതെയോ, അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അതിനുശേഷം ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങളെല്ലാം വെള്ളത്തിൽ താഴ്ന്നു പോയി. അതെയോ, ആ സമയത്ത് വന്നാണോ ഇവിടെ? അല്ലല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ ഇറങ്ങി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരിക്കലൊരു ട്രക്ക് മൃഗങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുവന്ന് ഈ കാട്ടിലിറക്കി വിട്ടു. അത് ശരി, അപ്പൊ അങ്ങ് ട്രക്കിലാണ് വന്നതല്ലേ? അല്ല, ആ ട്രക്ക് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ പോയി. അതുകൊണ്ട് എനിക്ക് കേറാൻ പറ്റിയില്ല. എന്റെ അമ്മച്ചേ, പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഞാൻ ദാ ഇതുപോലെ ജോഗിങ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. എന്നാ ഈ കാര്യം നേരത്തെ പറഞ്ഞൂടായിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം ഇതോടെ തന്നെ തീരുമായിരുന്നില്ലേ? എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. അടുത്തുള്ളപ്പോ തന്നെ നമ്മുടെ വിളി അവൻ കേക്കില്ല. പിന്നെ എങ്ങനെ ദൂരത്ത് നിന്നോണ്ട് കേക്കുന്നത്? വിഷമിക്കണ്ട, കാട്ടിൽ എല്ലാ സ്ഥലത്തും ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് സിംഹങ്ങൾ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാകും. വണ്ടിയുടെ ലൊക്കേഷനും സെയിം തന്നെയായിരിക്കും. കാരണം അവൻ സിംഹത്തിന്റെ അടുത്ത് കുടുങ്ങിയിട്ടുണ്ടാകും. റൈറ്റിലേക്ക് പോകാം, റൈറ്റിലേക്ക്. സിംഹത്തിന്റെ സിഗ്നൽ അവിടെ നിന്നാണ് വരുന്നത്. ശരി, നിങ്ങളുടെ കയ്യിൽ എന്താ ഈ ഒരു പരിക്ക്? ഇതാണോ? ഒരിക്കൽ അടുത്തുള്ള രാജാവും ഞാനുമായിട്ട് വലിയ വഴക്കുണ്ടായി. അത് ശരി, തല്ലുകൂടിയപ്പോ കിട്ടിയ പരിക്കാണോ? അല്ലല്ല, ഞാൻ അവരോട് മാപ്പ് ചോദിച്ച് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാനാണെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോ അത് ശരി, അപ്പൊ ഉരുണ്ടത് കൊണ്ട് പറ്റിയതാണോ? അല്ല, താഴെ ബെഡ് കൊണ്ടുവന്ന ട്രക്കിലേക്കാണ് ഞാൻ വന്ന് വീണത്. അങ്ങനെ രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, ഈ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് പറ. അതെന്താണെന്ന് വെച്ചാല് ചൊറിഞ്ഞപ്പോ എന്റെ നഖം കൈ കൊണ്ടതാ. അയ്യോ, ഈ കാര്യം എന്താ നേരത്തെ എന്നോട് പറയാത്തെ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സംസാരം അതോടെ തീരുമാനിക്കില്ലേ? എനിക്കാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കണം. നോക്കൂ, സിംഹം ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇരിക്കുന്ന കല്ലുണ്ടല്ലോ, ചിലപ്പോ അതിനടിയിലും ഉണ്ടാകാം. നിങ്ങൾ ഈ മരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, ഇതിന്റെ മുകളിലും അതുണ്ടാവാം. പണ്ട് നടക്കും മാമാങ്കം, എവിടെ പോയി സിംഹം? നോക്കൂ കൂട്ടുകാരാ, ഞാൻ കവിത പറയാം. അതെ, നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് ആ സിംഹത്തെയാണ്. അതുകൊണ്ട് അങ്ങ് കുറച്ചു നേരത്തേക്ക് മിണ്ടാതൊന്നിരിക്കേ. ഞാനാണ് എപ്പോഴും ജയിക്കുന്നത്. ഞാൻ വീണ്ടും ഫസ്റ്റ് വന്നിരിക്കുകയാണ്. പിന്നെ സെക്കൻഡും പിന്നെ തേർഡും. നീ ഒരു റോക്ക് തന്നെയാണ്. നിന്നോട് മത്സരിക്കാൻ ഇവിടെ ആരും തന്നെയില്ല. ഓഹോ, താങ്ക് യു. വൗ, എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത്, അടിപൊളി. കേട്ടോളൂ, നമുക്ക് പതുക്കെ ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം. ഞാൻ നിങ്ങളെ തിന്നാനൊന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവള് പറയുന്നത് കള്ളമാണ്. ഓടിക്കോ. കൊച്ചളിയാ, ഞങ്ങളെ സിംഹത്തിൽ നിന്ന് രക്ഷിക്ക്. സിംഹം ചേട്ടാ, എന്റെ കൂട്ടുകാരെ സിംഹം ആക്രമിക്കാൻ വരുന്നു, വേഗം വന്ന് രക്ഷിക്ക്. ഹണി അടിക്കേ. എടാ, എന്നെയല്ല പടയാളിയെ അടിക്കേ. നീ എത്ര നേരമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് ഈ ഗെയിം അവസാനിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാ? ഞാൻ കളിക്കാതിരുന്നാ പോരെ? കണ്ടില്ലേ, കളി കഴിഞ്ഞു. ഇത് ചെസ്സാണ്. നിന്റെ കഴിവ് തെളിയിച്ചിട്ട് വേണം കളി അവസാനിപ്പിക്കാൻ. തെളിയിച്ച് കാണിക്ക്. ഇതെന്താണ് നീ ചെയ്തത്? എനിക്ക് കുതിരയെ മാറ്റണം. മാത്രമല്ല, മണ്ണില്ലാതെ കുതിര എങ്ങനെ ഓടുക? അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് വാരിയിട്ടതാ. എന്റെ 1/2 മണിക്കൂറാ നീ വേസ്റ്റ് ആക്കിയത്. എന്നെ വിട്, ഞാൻ ഇനി കളിക്കുന്നില്ല.
എന്റെ ചങ്ങാതി, പരീക്ഷയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ളവനോട് ചോദിക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. അടികൈ. കാര്യം കേൾക്കണോ കൈയടിക്കണോ? നഗരത്തിൽ ബെസ്റ്റ് ഹൗസ് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. ആരുടെ വീടാണോ നന്നായിരിക്കുന്നത് അവർക്ക് സമ്മാനം കിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് ജഡ്ജസ് വരും വീട് നോക്കാനായിട്ട്. ആണോ? എങ്കിൽ ഈ സമ്മാനം നമ്മുടെ വീടിന് തന്നെ കിട്ടും. വരൂ കന്ന സാറേ, നമുക്ക് ജോലി തുടങ്ങാം. അടുത്ത 2 ദിവസത്തേക്ക് വീട്ടിൽ വെള്ളമുണ്ടാവില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കാതിരിക്കില്ല. അടികൈ. ഈ സമ്മാനം നമുക്ക് തന്നെ കിട്ടണം. വരൂ, വൃത്തിയാക്കുന്ന ജോലി തുടങ്ങാം. വരൂ, എന്റെ വീട് എങ്ങനെയുണ്ട്? അല്ല, ഇത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാൻ കഴുതുകയല്ലേ, ഇങ്ങേരോട് ചോദിക്കേ. വാതിൽ നന്നായിട്ടുണ്ട്, ഫർണിച്ചർ നന്നായിട്ടുണ്ട്, ജനാലയം നന്നായിട്ടുണ്ട്. ഇപ്പോൾ ആകെ മൊത്തം വീട് കണ്ടിട്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല. അടുത്ത വീട്ടിലേക്ക് പോകാം. ഔ. ഇതൊരു വെൽമിൽട്ടൺ വീടിന്റെ ഫോട്ടോയാണ്. ഇത് വെച്ച് ഞാൻ പറയാം ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാ വെക്കേണ്ടതെന്ന്. അത് അവിടെ വെക്ക. അതെ, അവിടെയല്ല, അതെ അവിടെ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അത് അവിടെ വെക്ക. ഇവിടെ, അവിടെ, അവിടെ. ഇപ്പോ എല്ലാം കഴിഞ്ഞു. എല്ലാം തന്നെ ഈ വീടിന്റെ പ്ലാനിലാ ചെയ്തത്. പിന്നെന്താ വീട് കണ്ടിട്ട് ഭംഗിയായി തോന്നാത്തത്? നീ അതിങ്ങോട്ട് വന്നേ നോക്കട്ടെ. എടാ, നീ ഫോട്ടോ ഇത്ര നേരം തലതിരിച്ചാ പിടിച്ചിരുന്നത് കഴുത. മതി, ഇനി ഞങ്ങൾ എന്ത് പറയുന്നു അത് നീ അനുസരിച്ചോണം. മനസ്സിലായോ? ഹണി, ദാ ഇങ്ങോട്ട് വാ. ഇതാ വരുന്നു. എന്തിനെന്നെ വിളിച്ചത് സോർദാർ? ഹണി, സോഫ പൊക്ക്. എനിക്കതിന്റെ അടിവശം വൃത്തിയാക്കണം. ഓക്കെ. എടാ ഹണി, നീ ഇങ്ങോട്ട് വാ. ദാ വരുന്നു. ഹണി, നീ ആ ബക്കറ്റ് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. പോപ്പിട്ട് വെറും ബക്കറ്റ് മാത്രല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാം, ബക്കറ്റിലെ വെള്ളം കളഞ്ഞേക്കാം. അടിച്ചു പൊളച്ചു തിമിർത്തു. ഇതൊരു മനോഹര വീടാക്കി ഞാൻ. ചുണ്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്വന്തം കയ്യിൽ ഞാൻ തന്നെ ഉമ്മോച്ചനെ. ശരി ശരി, മനസ്സിലായി. ഞാനല്ല, നമ്മളാ ചെയ്തത്. അതെ കൂട്ടുകാരെ, ഞാൻ എന്റെ കസിൻസിനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ശരി, അവരെ വിളിക്കൂ. എത്ര നേരമായി ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു? വരൂ, നമുക്കൊരു സെൽഫി എടുക്കാം. ചെല്ലുകുട്ടികളെ പോയി കളിക്കൂ. അയ്യോ, ചെളി പറ്റി വീട് മുഴുവൻ വൃത്തികേടാകും. പിടിക്കവരെ. അയ്യോ, എന്നെ വെറുതെ വിട് സണ്ണി. അയ്യോ, അയ്യോ, ഇനിയാണ് തമാശ. അയ്യോ, ഇതെന്ത് തമാശയാ? ദേഹത്തോളും. പ്ലാൻ സക്സസ്ഫുൾ. ഇനി വാ, നമുക്ക് പോകാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ജഡ്ജസ് വരാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട്? ചെളി പറ്റിയത് ഒഴിച്ച് അരമണിക്കൂർ. എടാ, ഞാൻ ഉമ്മർ ജയിക്കാൻ അനുവദിക്കില്ല. നീലയ്ക്ക് മുകളിൽ പച്ച കളർ വീണല്ലോ. ഇതേതായാലും വല്ലാത്തൊരു ചതിയായി പോയി. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. മുള്ളങ്കി വേണോ? മുള്ളങ്കി. അല്ല, ഇതെങ്ങനെയാ പെട്ടെന്ന് ചുവപ്പ് കളറായത്? ക്യാരറ്റ് വേണോ? ക്യാരറ്റ്.
കൂട്ടുകാരെ ഒന്ന് നിർത്ത്, ഇതെല്ലാം സണ്ണിയുടെ പണിയാ. അവനെ നമുക്ക് തടയണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ജയിക്കാൻ സമ്മതിക്കില്ല. നിൽക്ക് സണ്ണി, നിന്നെ ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാം. നീയൊക്കെ എന്നെ അതിന് പിടിച്ചിട്ട് വേണ്ടേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞാനിപ്പോ ഇവിടെ അപകടത്തിലാണ്. അവരെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങൾക്കിങ്ങനെ ചുമന്ന കൊക്കുകളില്ല. എങ്കിലും എന്തായാലും നിന്നെ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഈ കള്ളനായ കുരങ്ങനെ പിടിക്കൂ. കങ്കാരു എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണവൻ. എന്നെ പറ്റിക്കാൻ പറ്റില്ല. നിന്റെ വേല നിന്റെ കയ്യിലിരിക്കട്ടെ. മോഷണം എന്നത് എന്റെ ഒരു വിനോദമാണ്. നീ എത്ര തന്നെ ശ്രമിച്ചാലും എന്നെ നിന്നെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാവരും മാറിക്കോ. അക്കുത്തിക്കുത്താന വരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്ത്. എന്നെ കൊണ്ട് വയ്യ. നല്ല നാരങ്ങയിൽ ഉണ്ടാക്കാം അച്ചാറ്. 98, 99, 100. അവധി ദിവസം കുട്ടികൾ എല്ലാവരും പോയി കളിച്ചോ. ഇപ്പോൾ എല്ലാവരും പോയി ഒളിച്ചോ. ഇനി മനസമാധാനത്തോടെ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കട്ടെ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്റെ മുമ്പിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇപ്പോ കള്ളന്മാരെ പിടിക്കും ഇന്റർപോൾ. ഞാൻ 5 പേരെയും കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്റർനെറ്റിൽ പോലും ഇത്രയും വലിയ ചീറ്റിംഗ് ഇല്ല. അതിനേക്കാളും വലിയ ചീറ്റിംഗ് ആണ് ഖന്ന സാർ ചെയ്തിരിക്കുന്നത്. സംശയമുണ്ടോ? ഖന്ന സാറേ, അങ്ങേക്കെന്താ നാണോ ഇല്ലേ? ഞങ്ങളെക്കാളും അങ്ങ് മൂത്തതാ, എന്നിട്ട് പോലും ചീറ്റും ചെയ്യാണോ? കുട്ടികളെ, ഞാൻ തമാശ കാണിച്ചതാ. നിങ്ങൾ ഞാനാണ് ഏറ്റവും വലിയവൻ. എന്റെ പേരാണ് പാഞ്ചിറാവു. എന്നോട് കളിക്കുന്നവര് ഞാൻ കൊടുക്കും 8ന്റെ പണി. എന്നോട് കളിക്കാൻ നോക്കണ്ട. നിങ്ങളെങ്ങാനും എനിക്ക് പണി തരാൻ നോക്കിയാൽ തീരും നിങ്ങളുടെ പണി. എങ്ങനെയുണ്ട്? എടാ, 5 - 3 = 2. Who are you? നിന്റെ പൂർവികനാണ് പൂർവികൻ. ഏത് പൂരിയാ? ചോളാപൂരിയാണോ അതോ ബേൽപൂരിയാണോ? മറമണ്ടനായ മഞ്ഞ പൂച്ചേ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങളെ പോലെ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അങ്ങനെ നോക്കുമ്പോ നിന്റെ മുത്തച്ഛന്റെ 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 മുത്തച്ഛൻ ഞാൻ തന്നെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഫോട്ടോ. ഫോട്ടോ കണ്ടപ്പോ വിശ്വാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയണം. ഇവന്റെ പൂർവികൻ ആരാണ്? പിന്നെതാ ഇവന്റെ പൂർവികനും. സംശയമുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളെപ്പോഴാ സിറ്റിയിലേക്ക് വന്നത്? അതൊരു വലിയ കഥയാ മോനെ. ഇപ്പോഴാ ഒരു 5 മിനിറ്റ് മുമ്പ്. എന്റെ ഖന്നമോനെ, എന്റെ കാല് മാറ്റ്. മാളിൽ പോയി എനിക്ക് വാങ്ങണം കുറച്ച് സാധനം. കുരങ്ങന്റെ കാല് പിടിച്ചാൽ നഷ്ടപ്പെടും എന്റെ അഭിമാനം. അടികൈ. കാല് തിരുമുന്നോ അതോ അടി വാങ്ങുന്നോ? നീ നന്നായിട്ട് തിരുമ്മി തരുന്നുണ്ട്. അതുകൊണ്ടൊരു ഗിഫ്റ്റ് തരണം. കൊള്ളാം. എനിക്കോ? എടാ, ഗിഫ്റ്റ് നിനക്കല്ല, നീ എനിക്കാണ് തരേണ്ടത്. വാ, ഷോപ്പിങ്ങിന് പോവാം. ഈ കാർ ഞാൻ ഓടിക്കും. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പൂർവികന്മാർക്ക് ഒരിക്കലും കാർ ഉണ്ടാവുകയില്ല. നിങ്ങളെ കൊണ്ട് കാളവണ്ടി മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ബുള്ളറ്റ് ട്രെയിനും ചോപ്പറും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒന്ന് പതുക്കെ പതുക്കെ. കാർ ഇത്രയും വേഗത്തിൽ ഓടിക്കണ്ട. പതുക്കെ പതുക്കെ. എന്റെ കാറ്
എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്ര വൃത്തികെട്ട വണ്ടി കണ്ടിട്ടേ ഇല്ല. ഈ അവസ്ഥ ഉണ്ടാക്കാൻ കാരണം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒട്ടും ശരിയല്ല. ഇത് നന്നാക്കാനുള്ള പൈസ ഈ തന്നേക്കണം. എന്നാ, ഇതെന്തോന്നാ ഇത്? പൂർവികരുടെ ആശീർവാദം തന്നെ ഏറ്റവും വലിയ ധനമാണ്. ഇത് വെച്ച് കാറ് നന്നാക്കിക്കോ. ബാക്കിയുള്ള പൈസ മറക്കാതെ എനിക്ക് തന്നേക്കണം. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. എടാ ഇതിലെന്തോ പന്തികേടുണ്ട്. എന്ത് കേടുണ്ടെങ്കിലും കുഴപ്പമില്ല, ലേശം അജിനമോട്ടോ ഇട്ടാ മതി. കേടായതെല്ലാം ടേസ്റ്റ് ആയി മാറും. ഇതെന്തായാലും എനിക്ക് അടിപൊളിയായിരിക്കും. ഇരിക്കട്ടെ. ഇതെന്തായാലും കാണാൻ നല്ല രസമുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ഇരിക്കട്ടെ. ലാപ്ടോപ്പ്. ഞാനെന്തായാലും പഴമക്കാരനായ ഒരാളാണ്. പേപ്പറും പേറിയും ഉപയോഗിക്കാൻ അറിയാവൂ. ഈ ലാപ്ടോപ്പ് വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇരിക്കട്ടെ. $10 ലക്ഷം. ഓ, ഇതെല്ലാം കൂടെ ഇതിനകത്ത് കൊള്ളില്ലെന്നാ തോന്നുന്നത്. ഇത് നീ വെച്ചോ, ഇത് നീ വെച്ചോ, ഇത് നീയും വെച്ചോ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇത്രയും ബലവാന്മാരായ പിള്ളേരുള്ളപ്പോൾ ഞാൻ ഒരിക്കലും നടന്നു പോകേണ്ട ആവശ്യമേ ഇല്ല. നന്നായി വരൂ മകനെ. ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ചായ കുടിക്കുന്നതും പാല് കുടിക്കുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമുള്ളത് കട്ടൻ ചായയും കടിയുമാണ്. ഇവന് കള്ളനായ കുരങ്ങനാണ്. ഇപ്രാവശ്യം ഇവൻ ഇവരെയും പറ്റിച്ചിരിക്കുകയാണ്. കേട്ടോളൂ, ആ കുരങ്ങൻ ഒരു കള്ളനാണ്. കണ്ടോ, ഇവനൊരു കള്ള കുരങ്ങനാ. ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം. ഇനി ഒരിക്കലും ഇവൻ ആരെയും പറ്റിക്കാൻ പാടില്ല. ഞങ്ങളെ പറ്റിക്കായിരുന്നു നീ. ഞാൻ ആരെയും പറ്റിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ആഗ്രഹിച്ചാണ് ഇതൊക്കെ വാങ്ങിത്തന്നത്. പിന്നെ എങ്ങനെ ഇത് പറ്റിക്കലാകും? രക്ഷപ്പെട്ടു. ഹണി, ആ ട്രോളിയെ പിടിക്കേ. ആ ട്രോളിയിൽ വേറെ ആരുടെ സാധനമാണ് ഉണ്ടായിരുന്നത്. ഇന്നാ ഇത് എംറ്റി ആണ്. ഇത് യൂസ് ചെയ്തോളൂ. ഐഡിയ. വേഗം അവന്റെ പുറകെ പോ. തമാശ. എടാ വേണ്ട, അവൻ അതിനകത്തുള്ള കത്രി എടുത്ത് ഇതങ്ങനെ മുറിച്ചു കളഞ്ഞാലോ? കത്രികയോ? എവിടെ? കിട്ടിപ്പോയി. Thank you and bye bye. പറഞ്ഞു കൊടുക്കടാ, എല്ലാവരും പറഞ്ഞു കൊടുക്ക്. വേണമെങ്കിൽ വീട്ടിലെ വൈഫൈയുടെ പാസ്വേഡ് കൂടി പറഞ്ഞു കൊടുക്ക്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. അതിന്റെ പാസ്വേഡ് സി പോപ്പട്ടെന്നും പറയില്ല. കേട്ടോളൂ, എന്റെ പക്കൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താ, മനസ്സിലായോ? എന്റെ അടുത്താണോ കളി? ഇന്നാ പിടിച്ചോ. അടിപൊളി. എന്തായാലും കൊരങ്ങനെ പിടിച്ചു. കൊച്ചളിയൻ എന്തായാലും ഒരു കയ്യടി നമുക്ക് കൊടുക്കണം. വേണ്ട, കയറിന്ന് പിടിവിടരുത്. വേണ്ട, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ. കൊച്ചളിയ വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഹൈ, ഇതിലൊന്നും ഇല്ലല്ലോ. ആ കുപ്പിയിൽ നോക്കാം. അല്ല, ഇതിലൊന്നുമില്ലേ? ഞാൻ ഇനി വെള്ളം എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഇനി ഏതായാലും അടുക്കള ചെന്ന് നോക്കാം. ആഹാ, വെള്ളം കിട്ടി.
ആ. ആ? അടിപൊളി ദേ കേക്ക്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങൾ ഇവിടെ എന്താ ഈ ചെയ്യുന്നേ? വേഗം പുറത്തേക്ക് വാ. മേഡം അങ്ങനെ കണ്ടോണ്ട് വന്നാ തീർന്നു. ഹായ്, നിങ്ങൾക്കായി എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെറ്റ് പിഗ് ആണ്. പേര് പോർക്കൻ കുമാർ. ഫ്രണ്ടിന്റെ പേര് വളരെ നന്നായിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇവന്റെ പേരെന്താ? ബൈ ബൈ ബൈ. ഞാനാണ് പോർക്കൻ കുമാർ. കുട്ടികളെല്ലാം വികൃതികളാണ്. അവർ പിഞ്ചു മനസ്സിന്റെ ഉടമകളുമാണ്. ആക്ച്വലി എനിക്കറിയില്ല മാഡം എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്മോൾ ചായ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബൈ ഹായ് ഹായ്. അനിയ, സൂക്ഷിച്ച്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ടാണ് പോകേണ്ടത്. താനാണെങ്കിൽ പുറകോട്ടാണല്ലോ പോകുന്നത്. മതി മതി, ബൈ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കളഞ്ഞേക്കരുത്. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ് എന്റെ അനിയ. ഈ വൃത്തികെട്ട ചെളി കൊണ്ടുള്ള കളി വളരെ രസകരമാണ് കൂട്ടുകാരെ. എനിക്ക് ഈ ചെളിയിൽ കളിക്കാനും കുളിക്കാനും ഉള്ള സമയമായിരിക്കാണ്. ഡു നോട്ട് ഡിസ്റ്റർബ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് ഗൈസ്. ബൈ ബൈ ബൈ. വേണ്ട, നിക്ക്. അവിടെ. നിക്ക്. നിൽക്കാനാ പറഞ്ഞത്. പിടിക്ക്. പിടിക്ക്. ഹലോ, ഇന്ന് ഈ സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ അല്പം ചോക്ലേറ്റ് എടുക്കാനുണ്ടോ? അറിയില്ലെങ്കിലും ഞാൻ ഗൂഗിൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനധികം മധുരമില്ല എങ്കിലും ഞാൻ പഞ്ചസാര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. താങ്ക് യു ആൻഡ് അടികൈ. ബൈ ബൈ ബൈ. ഇനിയും വൃത്തി കിടക്കാനുണ്ട്. നിർത്ത. ബൈ ബൈ. എനിക്ക് ഈ വൃത്തികേട് ഇഷ്ടമാണ്. കാരണം ഞാനൊരു പിഗാണ്. എനിക്ക് വൃത്തിയില്ല ഗായ്. ഹായ് ബൈ ബൈ ബൈ. മേഡം വരുന്നതിന് മുമ്പ് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കേണ്ടി വരും. ഹായ്, അത് വളരെ ഫണ്ണി ആയിട്ടുണ്ട്. ആരെങ്കിലും എന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ അവരെന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാം. എടാ പോർക്കൻ കുമാറെ, നിന്നെ എന്റെ കൈ കൊണ്ട് കുളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബണ്ണിയല്ല. ചിണ്ടു, നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചിണ്ടു, നീ തന്നെയല്ലേ പറഞ്ഞത് അഥവാ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേര് ബണ്ണിയല്ലെന്ന്. മനസ്സിലായോ ശശി? പിടിക്കവനെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്താ ഒരു രസം. സുരേഷേ, ദേ വീണ്ടും നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സുരേഷോ, നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് മാറ്റി വന്ന്. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? ബൈ ബൈ ബൈ. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടികിട്ടില്ല. ബൈ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് മഴ പെയ്യാനുള്ള ഒരു സാധ്യതയില്ലെന്നാ കാലാവസ്ഥ കേന്ദ്രം പറയുന്നത്. ഈ പത്രത്തിൽ പറയുന്നത് മൊത്തം പച്ചക്കള്ളോ. മമ്മി മമ്മി, എനിക്ക് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ പോണം മമ്മി.
ഞാനെന്റെ കുഞ്ഞിനെ വിട്ട് ഒരിക്കലും പോകില്ല, സത്യമായിട്ടും. സത്യം വെറുതെ ആയല്ലോ. നിനക്ക് ഇപ്പോഴും അവനെ കുളിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ഉത്തമ. ഉത്തമനോ? നെയിം ചേഞ്ച്, നെയിം ചേഞ്ച്. ബൈ ബൈ ബൈ. നീ മക വൃത്തികേടായല്ലോ ഹണി. നമുക്കൊക്കെ വൃത്തികേടാവാൻ ഒരു നല്ല സ്ഥലമുണ്ട്, നീ അങ്ങോട്ട് വരുന്നോ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയേക്കാം. വാ വാ വാ, വേഗം പോയേക്കാം. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴകിയ ആഹാരങ്ങളാണ് എന്റെ ഫേവറേറ്റ്. 1 2 അല്ലെങ്കിൽ 50 വരെ. എന്റെ തലക്കകത്തെന്തോ മൂളുന്നു. പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഉണ്ട്. നിങ്ങൾ എന്നെ കെടിയിലാക്കിയല്ലേ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ബൈ ബൈ ബൈ. വൃത്തി എനിക്ക് ഇഷ്ടമല്ല. ഹായ്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ ഗായ്. ചെളിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ബൈ. നമുക്ക് ജിമ്മ് തുടങ്ങാം. ഏറ്റളിയാ, രോഗമില്ലാത്തവർക്ക് ഈ ജിമ്മിനകത്തേക്ക് പ്രവേശനമില്ല. കണ്ടുപിടിക്ക്, ഞങ്ങൾ ഡോഗ്സ് എങ്ങനെയാണ് ജിമ്മി വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. കണ്ടോ, പിടിച്ചോ, ഇങ്ങനെ ചെയ്യും. അങ്ങനെ 148, 149, 150. ഇന്നെന്തായാലും ഇത്രയൊക്കെ മതി. നീ ഏതാണ്? രോഗമില്ലാത്തവർ ഈ ജിമ്മിൽ വേണ്ട. അതെ, തനിക്കൊരു കാര്യം അറിയാവോ? ഞാൻ പറയില്ല. പിന്നെ എന്തിനാടാ ചോദിച്ചതാ? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ജിമ്മ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി വേഗം സ്ഥലം വിട്ടോ, അഥവാ വാച്ച്മാനെ ആവശ്യം വന്നാൽ അപ്പം ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. എടാ മരത്തലയാ, 2 തന്നാ നിന്റെ കൈ ഇതാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും പറഞ്ഞേക്കാം. പിന്നെ നിനക്ക് ആർക്കും കൈ കൊടുക്കാനും കഴിയില്ല, ടാറ്റ കാണിക്കാനും കഴിയില്ല. എന്തോന്ന്? അത് പറയില്ല. എന്തിനാ ചോദിച്ചത്? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഇനി ഈ ജിം ഞങ്ങളുടേതാണ്. ഞങ്ങളിവിടെ ഭരിക്കുമ്പോ ഡോഗ്സിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, മറ്റാർക്കുമില്ല. ഞാനും ഒരു ഡോഗാണ്. അത് ശരി, നീ ഡോഗായിരുന്നു. ഞാൻ കരുതിയത് നീ ഡോങ്കി എന്നാ. മുടി മുറിച്ചിട്ട് വന്നതാ ഞാൻ വിചാരിച്ചത്. അതെ, ഈ ജിമ്മ് തോത്താറാമിന്റെതാണ്. ആടിക്കുമാരായി. ഞാൻ ഈ ബോളില് കോൺഫ്ലെക്സ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ദാ കണ്ടോ?
ഇവന്മാരെ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. വാ നമുക്ക് പോകാം. ഇനി ഏരിയ